കഴിഞ്ഞ ദിവസം നമ്മൾ മോദി ഭരിച്ച് സിംഗപ്പൂരാക്കിയിട്ടുള്ള സ്വച്ഛ് ഗുജറാത്തിൻ്റെ ശുചിത്വ കാഴ്ചകളാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. ആ ഒരു വീഡിയോക്കകത്ത് ലോകത്തുള്ള സകലമാന സംഖ്യകളും വന്നിട്ട് വാരി എറിയുന്ന ഒരു കാഴ്ച, അത് വളരെ മനോഹരമായിട്ടുള്ള കാഴ്ചകളാണ്. എന്ത് രസമാണ് ദാസ അവരുടെ കരച്ചിൽ കേൾക്കുക എന്ന് പറഞ്ഞ പോലെ നല്ല രസത്തിൽ ഞാൻ ആസ്വദിക്കുകയുണ്ടായിട്ടുണ്ട് അവരുടെ കരച്ചിൽ. കാരണം അവർക്കത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അവരിതുവരെ അവരുടെ സങ്കല്പത്തിലുണ്ടായിരുന്ന സ്വർഗീയ ഗുജറാത്ത് അല്ല എൻ്റെ വീഡിയോയിൽ അവർക്ക് കാണാൻ സാധിച്ചിട്ടുള്ളത്. തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ അവിടെ അഹമ്മദാബാദ് നഗരത്തിൽ വെറും 3-4 മണിക്കൂറുകൾ മാത്രം ചിലവഴിച്ച സമയത്ത് എനിക്ക് നടന്നു പോകാൻ പറ്റുന്ന അത്രയും ദൂരം ഞാൻ നടന്നു പോകുന്ന സമയത്ത് എടുത്തിട്ടുള്ള വീഡിയോ ആണ് എന്നുള്ളത് ഞാൻ വളരെ വ്യക്തമായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇന്ന് അതിൻ്റെ ബാക്കി ഭാഗങ്ങളും കൂടെ, ഞാൻ എടുത്തിട്ടുള്ള വീഡിയോയുടെ ബാക്കി ഭാഗങ്ങളും കൂടെ, അതിൻ്റെ രണ്ടാമത്തെ പാട്ടിൻ്റെ പേരാണ് ഡിജിറ്റൽ ഗുജറാത്ത്. ഡിജിറ്റൽ ഇന്ത്യയെ പടുത്തുയർത്താൻ വേണ്ടിയിട്ട് അഹോരാത്രം പ്രയത്നിക്കുന്ന നരേന്ദ്രമോദിജി 10-23 വർഷക്കാലം ഗുജറാത്തിൽ ഉണ്ടാക്കിയിട്ടുള്ള ഒരു ഡിജിറ്റൽ ഗുജറാത്ത് എത്രത്തോളം ഉണ്ട് എന്നുള്ളത് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാവുന്നതാണ്. അതോടൊപ്പം തന്നെ കഴിഞ്ഞ വീഡിയോയിൽ ഒരുപാട് ആളുകൾ പറഞ്ഞിട്ടുണ്ട്, അതായത് ഗുജറാത്തിൽ 2 ലക്ഷത്തോളം മലയാളികൾ ജോലി ചെയ്യുന്നുണ്ടെന്ന് കുറച്ച് സംഖ്യകൾ പറഞ്ഞിട്ടുണ്ട്. കുറച്ച് സംഖ്യകൾ പറഞ്ഞിട്ടുള്ള 10 ലക്ഷത്തോളം ആളുകളെന്നാണ്. ചില സംഖ്യകൾ പറഞ്ഞിട്ടുള്ള 25 ലക്ഷത്തോളം മലയാളികൾ ഗുജറാത്തിൽ ജോലി ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ നമ്മൾ പരിശോധിക്കുന്നത് ഗുജറാത്തിലുള്ള എത്രത്തോളം ആളുകൾക്ക്, സാധാരണക്കാരായിട്ടുള്ള ആളുകളുടെ തൊഴിലവസരങ്ങൾ എന്താണ്, അവരെന്തൊക്കെ തൊഴിൽ ചെയ്തിട്ടാണ് ജീവിക്കുന്നത് എന്നുള്ളത് കൂടെ നമുക്ക് നോക്കാം. ഇത്രത്തോളം മലയാളികൾ ജോലി ചെയ്ത് ജീവിക്കുന്ന ഗുജറാത്തിലുള്ള ആളുകളുടെ ജോലി എന്താണ് എന്നുള്ളതും കൂടെ നമുക്കൊന്ന് പരിശോധിക്കാവുന്നതാണ്. അത് തീർച്ചയായിട്ടും നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. 5-6 ആളുകൾ ചേർന്ന് സൈക്കിൾ റിം കറക്കിക്കൊണ്ട് പട്ടത്തിൻ്റെ നൂലിൽ ചാരം പുരട്ടുന്ന ഡിജിറ്റൽ കാഴ്ചയാണ് ആദ്യമായി ഞാൻ അവിടെ കണ്ട തൊഴിൽ കാഴ്ച. മലയാളികൾ എന്തായാലും ഈ തൊഴിൽ ചെയ്യാൻ ഗുജറാത്ത് വരെ പോകില്ല. ഇനി അഥവാ പോയാൽ തന്നെ 6 പേർക്ക് പകരം ഒരു മെഷീനും അത് ഓപ്പറേറ്റ് ചെയ്യാൻ 1-2 ആളെയും വെച്ച് ഇവർ 1 മാസം കൊണ്ട് ചെയ്തു തീർക്കുന്ന ജോലി 1 ദിവസം കൊണ്ട് ചെയ്തു തീർക്കാൻ പറ്റും. എന്തായാലും മോദിജിയുടെ ഡിജിറ്റൽ ഗുജറാത്തിൽ കമ്പ്യൂട്ടറുകളെക്കാളും യന്ത്രങ്ങളെക്കാളും പ്രാധാന്യം കൈപ്പണിക്കാണെന്നാണ് ഈ ഒരു കാഴ്ചയിൽ നിന്ന് എനിക്ക് മനസ്സിലായത്. ഇത്രയും ആളുകൾ ചേർന്ന് പട്ടത്തിൻ്റെ നൂലിന് ചായം പുരട്ടുന്ന ജോലി ചെയ്താൽ ഈ ആളുകൾക്ക് എത്രത്തോളം ശമ്പളം കിട്ടാൻ സാധ്യതയുണ്ടെന്ന് നമുക്ക് ചിന്തിച്ചാൽ മനസ്സിലാകും. പക്ഷേ മോദിജിയുടെ ഡിജിറ്റൽ ഗുജറാത്ത് ആയിപ്പോയില്ലേ. സംഘികളുടെ ഭാഷയിൽ പറഞ്ഞാൽ സ്വർഗീയ ഗുജറാത്ത്. ഈ നൂലിൽ ചായം പുരട്ടുന്ന ഓരോരുത്തർക്കും ബെൻസും BMW ഉണ്ടെന്ന് പറഞ്ഞാലും വിശ്വസിക്കാൻ ആളുള്ളപ്പോൾ നമ്മൾ എന്ത് പറഞ്ഞിട്ടും കാര്യമില്ലല്ലോ. എന്തു തന്നെയായാലും ഈ ഒരു കാഴ്ച കാണാൻ നല്ല രസമുണ്ടായിരുന്നു. പറയാൻ പറ്റില്ല, ചിലപ്പോൾ നമ്മുടെ മോദിജി ടൂറിസം വികസനത്തിൻ്റെ ഭാഗമായി ടൂറിസ്റ്റുകളെ ആകർഷിക്കാൻ വേണ്ടി ആവിഷ്കരിച്ച വല്ല പദ്ധതിയുമാണോ ഇതെന്നും പറയാൻ പറ്റില്ല. സംഘി വാട്സാപ്പ് ഗ്രൂപ്പുകളിൽ നിന്നുള്ള അപ്ഡേറ്റ് വന്നാൽ മാത്രമേ ഇതിൻ്റെ യാഥാർത്ഥ്യം എന്തെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കൂ. അടുത്തതായി ഞാൻ കണ്ട തൊഴിൽ ആക്രി തല്ലിപ്പൊട്ടിച്ചു അതിൽ നിന്ന് ചെമ്പും ഇരുമ്പും പ്ലാസ്റ്റിക്കും മറ്റും വേർതിരിക്കുന്ന കാഴ്ചയാണ്. സ്ത്രീകളാണ് ആ ജോലി ചെയ്തുകൊണ്ടിരുന്നത്. നമ്മുടെ നാട്ടിൽ ഇതിനൊക്കെ മെഷീനുണ്ട്. പക്ഷേ മോദിജിയുടെ ഡിജിറ്റൽ ഗുജറാത്തിൽ മെഷീനേക്കാളും ചിലവ് കുറച്ച് കാര്യങ്ങൾ ചെയ്യാൻ പറ്റിയ മനുഷ്യരെ ഉണ്ടാക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു എന്നുള്ളത് ചില്ലറ കാര്യമല്ല. നമ്മുടെ നാട്ടിൽ വളരെ അപൂർവം മാത്രം കാണാൻ സാധിക്കുന്ന ഇത്തരം കാഴ്ചകൾ ഗുജറാത്തിൽ പോയാൽ നമുക്ക് യഥേഷ്ടം കാണാൻ സാധിക്കും. പിന്നീട് ഞാൻ കണ്ടത് റോഡരികിൽ വ്യാവസായിക അടിസ്ഥാനത്തിൽ മണൽ തരിച്ചുകൊണ്ടിരുന്ന കുറച്ച് തൊഴിലാളികളെയാണ്. അവിടെയും യന്ത്രങ്ങളുടെ പ്രവർത്തനേക്കാൾ കുറഞ്ഞ ചെലവിൽ മാൻ പവർ സപ്ലൈ ഉറപ്പാക്കാൻ മോദിജിക്ക് സാധിച്ചിട്ടുണ്ട്. റോഡിലിട്ട് മെത്ത തുന്നുന്ന ഒരു സ്ത്രീയെയും ഞാൻ കണ്ടു. അവർ മറ്റൊന്നും ശ്രദ്ധിക്കാതെ മെത്ത തുന്നുന്ന തിരക്കിലായിരുന്നു. ഞാൻ അവരെ ശല്യം ചെയ്യാതെ മെല്ലെ മുന്നോട്ട് നടന്നു. ഇതവിടുത്തെ വർക്ക്ഷോപ്പാണ്. ഡിജിറ്റൽ ഗുജറാത്തിൽ ആൾക്കാർക്കാർക്കും സ്വന്തമായി തൊഴിലിടങ്ങളില്ല. ഉണ്ണുന്നതും ഉറങ്ങുന്നതും തൊഴിലെടുക്കുന്നതും റോഡിൽ തന്നെ. സാധാരണക്കാരനെ ജോലി ചെയ്യാൻ കറണ്ടും വെളിച്ചവും യന്ത്രങ്ങളും ഒന്നും വേണ്ടാത്ത ഒരു പ്രത്യേകതരം ഡിജിറ്റൽ ഗുജറാത്ത്. തമ്പാക്കു ചുരുട്ടി വെക്കുന്നതും അവിടുത്തെ ഒരു പ്രധാന തൊഴിലാണെന്നാണ് എനിക്ക് തോന്നിയത്. ഇതവിടുത്തെ ഒരു പച്ചക്കറി മാർക്കറ്റാണ്. അധികവും സ്ത്രീകൾ തന്നെയാണ് കച്ചവടക്കാരായിട്ടുള്ളത്. ഈ കാഴ്ചകളൊക്കെ കണ്ട് ഞാനങ്ങനെ മുന്നോട്ട് നടന്നു. റോഡരികിൽ കസേരയും ടേബിളും ഇട്ടിരുന്ന് കുറച്ച് ആളുകൾ ചേർന്ന് എന്തോ ഷീട്ട് കളിക്കുകയോ മറ്റോ ആണെന്ന് തോന്നുന്നു. പിന്നീട് അവിടെയുള്ള പ്രധാന തൊഴിൽ കോഴി വളർത്തലാണ്. അതും റോഡ് സൈഡിൽ തന്നെയാണ് കോഴിയെ വളർത്തുന്നത്. മാത്രമല്ല ആടിനെ വളർത്തുന്നത് നമുക്ക് കാണാം. ഓട്ടോറിക്ഷയ്ക്കുള്ളിലും അല്ലാതെയും പുറത്തുമൊക്കെ ആയിട്ട് ആടുകളെ ഇങ്ങനെ നിരത്തി വളർത്തുന്നുണ്ട്. ഇതിനിടയിൽ ഒരു നല്ലൊരു അനുഭവമുണ്ടായി. ഉന്തുവണ്ടിയിലിരുന്ന് കച്ചവടം ചെയ്യുന്നവരാണ്.
അയാളോട് ഞാനത് എന്താണെന്ന് ചോദിച്ചു. ഒരു കഷ്ണം ടേസ്റ്റ് നോക്കാൻ തരുമോ എന്ന് പറഞ്ഞു. അയാൾ ഒരു കഷ്ണം ടേസ്റ്റ് നോക്കാൻ തരികയും പൈസ കൊടുത്ത സമയത്ത് വേണ്ട എന്ന് പറയുകയും സ്നേഹത്തോടു കൂടി നിരസിക്കുകയൊക്കെ ചെയ്തു. എന്നിരുന്നാലും നിർബന്ധിച്ച് പണം കൊടുത്തിട്ടാണ് ഞാൻ അവിടെ നിന്ന് പോന്നിട്ടുള്ളത്. ലോകത്തിൻ്റെ ഏത് മൂലയിൽ പോയാലും അവിടെയെല്ലാം നമുക്ക് നല്ല മനുഷ്യരെ കാണാൻ സാധിക്കും, ചീത്ത മനുഷ്യരെയും നമുക്ക് കാണാൻ സാധിക്കും. പക്ഷേ ഒരു നാട് നന്നാവണമെങ്കിൽ അവിടുത്തെ ഭരണാധികാരികൾ നന്നായേ പറ്റൂ. തീർച്ചയായും സംഘികൾ പറയുന്നത് പോലെ ഗുജറാത്ത് വികസിച്ചിട്ടുണ്ട്. അവിടുത്തെ പണക്കാർ കൂടുതൽ പണക്കാരായിട്ടുണ്ട്. വലിയ വലിയ ഫാക്ടറികളും അമ്പരചുംബികളായ കെട്ടിടങ്ങളും ഉണ്ടായിട്ടുണ്ട്. രാജ്യത്തെ പ്രധാന കോർപ്പറേറ്റുകൾക്കെല്ലാം നിക്ഷേപമുള്ള സംസ്ഥാനമായി ഗുജറാത്ത് മാറിയിട്ടുണ്ട്. ധാരാളം തൊഴിലവസരങ്ങളും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അവിടുത്തെ സാധാരണക്കാർക്ക് ഇതുകൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടായിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് ഉറപ്പിച്ച് പറയാൻ കഴിയും. സാധാരണക്കാരന് വേണ്ട അടിസ്ഥാന സൗകര്യങ്ങൾ വികസിച്ചിട്ടില്ല. വിദ്യാഭ്യാസ മേഖലയും സാംസ്കാരിക മേഖലയും വികസിച്ചിട്ടില്ല. ദരിദ്രൻ കൂടുതൽ ദരിദ്രനായിക്കൊണ്ടിരിക്കുകയാണ്. വിദ്യാഭ്യാസത്തിൽ പിന്നോക്കം നിൽക്കുന്നതിനാൽ തന്നെ അവിടെയുള്ള തൊഴിലവസരങ്ങളിൽ മികച്ചതൊക്കെ മലയാളികളെപ്പോലെ മറ്റു സംസ്ഥാനക്കാർ നേടിയെടുക്കും. ഗുജറാത്തിൽ മാത്രമല്ല, ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്തിൽ പോയാലും മറ്റു രാജ്യങ്ങളുടെ കാര്യമെടുത്താലും പഠിപ്പും വിവരവും ആവശ്യമുള്ള ഒട്ടുമിക്ക ജോലികളിലും മലയാളികളെ കഴിഞ്ഞേ മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവർ കാണൂ. അതുകൊണ്ട് തന്നെ സംഘികൾ പറയുന്നത് പോലെ ഗുജറാത്തിൽ 2 ലക്ഷമല്ല, 5 ലക്ഷമല്ല, 10 ലക്ഷമല്ല, 25 ലക്ഷമല്ല, 50 ലക്ഷം മലയാളികൾ ജോലി ചെയ്താലും അതിൽ അത്ഭുതപ്പെടേണ്ടതില്ല. സർക്കാർ ഒത്താശയോടെ കുറഞ്ഞ വിലയിൽ കർഷക ഭൂമി പതിച്ചു കിട്ടുകയും കുറഞ്ഞ വേതനത്തിന് അടിമപ്പണിയെടുക്കുന്ന തൊഴിലാളികളെ കിട്ടുകയും ചെയ്യുന്ന, വായുവും ജലവും മണ്ണും മലിനമായാൽ പ്രക്ഷോഭം നടത്താൻ ആളില്ലാത്ത നാടുകളിൽ പടർന്നു പന്തലിക്കുന്ന കോർപ്പറേറ്റ് കാർഡുകളെ വികസനമെന്ന് വിളിക്കാൻ പറ്റുമെങ്കിൽ മാത്രം ഗുജറാത്ത് വികസിച്ചിട്ടുണ്ടെന്ന് പറയാം. അല്ലാത്തപക്ഷം സാധാരണ ജനങ്ങളുടെ അടിസ്ഥാന സൗകര്യങ്ങളിൽ പോലും അനുദിനം പുറകോട്ട് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സംസ്ഥാനമാണ് ഗുജറാത്ത് എന്ന് പറയേണ്ടിയിരിക്കുന്നു.